അന്നത്തെ പൂർവികർ നമ്മുടെ തേക്കിൻ്റെ കുറ്റികൾ ചെളിയിൽ അടിച്ച് താത്ത, കൂടാതെ തേക്കിൻ്റെ കുറ്റികൾ വട്ടം ഇട്ടിട്ടുണ്ട്. കൂടാതെ പിന്നെ ചിരട്ട കമത്തി വെക്കും. അത് ഒരു ചിരട്ടയൊന്നുമല്ല, പല കനങ്ങളിൽ ചിരട്ട കമത്തി വെച്ചിട്ടാണ്. അതിൻ്റെ പുറത്താണ് ഈ ഇത് ചെങ്കല്ലാണ്, ഈ കംപ്ലീറ്റ് പണികൾ ചെങ്കല്ല് പണികളാണ്. അന്ന് ആധുനിക സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല. ക്രെയിനോ ഈ നമ്മുടെ സ്കഫോൾഡിങ്ങോ ഒന്നുമില്ല. എല്ലാം കൈപ്പണിയാലും തേക്കും കഴയും കവുങ്ങും ഒക്കെ കെട്ടിയാണ് ഇത്രയും ബ്രഹ്മാണ്ഡമായി ഈ ദേവാലയം പണിയെടുപ്പിച്ചത്. പിന്നെ ട്രാൻസ്പോർട്ടിങ്ങിന് വന്ന് സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാം വഞ്ചിയിലും വള്ളത്തിൽ കൊണ്ടുവന്നാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അന്നൊരു ഗുണം ലേബേഴ്സിന് ഒത്തിരി കിട്ടുമായിരുന്നു, തൊഴിലാളികളെ അങ്ങനെ ഒരു. പിന്നെ ഇതെല്ലാം കുമ്മായക്കെട്ടാണ്, സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല. സിമെൻറ്റിൻ്റെ പണിയൊക്കെ ഞങ്ങൾ രണ്ടാമത് റീപ്ലാസ്റ്ററിങ് പാലപ്പഴക്കം വന്നപ്പോൾ ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. മറ്റേ ഇതിൻ്റെ കെട്ടുകളെല്ലാം തന്നെ കുമ്മായമാണ്. അപ്പോൾ ആ കുമ്മായം വെറുതെ കെട്ടുകയല്ല, മാസങ്ങൾക്ക് മുമ്പേ കുമ്മായം ഇടിച്ചു കൂട്ടിയിടാൻ കുമ്മായത്തൊട്ടി എന്നൊക്കെ പറഞ്ഞിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളത്തിന് പകരം ചേർത്തുകൊണ്ടിരുന്ന വരാൽ പശയാണ്. വരാലിനെ, കുട്ടനാട്ടിലുള്ള വരാലിനെ മുഴുവൻ ഇവിടെ ഈ പള്ളിത്തോട്ടിൽ പല വള്ളങ്ങളിൽ, കെട്ടുവള്ളങ്ങളിൽ വരാലിനെ കൊണ്ടുവരും. എന്നിട്ട് അതാ വരാൽ വെള്ളത്തിൽ കിടന്ന് കളിക്കുമ്പോൾ അതിൻ്റെ പശ പോലെ ഉണ്ടാകുന്നു. ആ പശ കോരി ഒഴിച്ചാണ് കുമ്മായം കൂട്ടിയിരുന്നത്. മാസങ്ങൾ മുമ്പേ കുമ്മായം കൂട്ടും. എന്നിട്ട് അതിലാണ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ പള്ളിയുടെ പുറകുവശത്തിനൊരു ഇതുണ്ട്, ആൾത്താരയുടെ പുറകിലത്തെ ഭിത്തികളെ കവുങ്ങിൻ്റെ വാരി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കവുങ്ങിൻ്റെ വാരി നിർമ്മിച്ചിട്ട് പുറത്തുനിന്ന് പ്ലാസ്റ്റിക് ആയിരിക്കുന്ന ഈ സാധനം ഉപയോഗിച്ചിട്ടാണ്, ഈ കുമ്മായവും വരാൽ പശ ഉപയോഗിച്ചിട്ടുള്ള പേസ്റ്റ് കൊണ്ടാണ് തേച്ചിരിക്കുന്നത്, കനം കുറയാൻ വേണ്ടിയിട്ട്. അവിടെ പണ്ടൊരു തോട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു സംശയം ഉള്ളതുകൊണ്ട് പിന്നെ ഇതിന് എൻ്റെ ചെറുപ്പത്തിൽ 4 നടക്കല്ലുണ്ടായിരുന്നു. എൻ്റെ പിതാവൊക്കെ പറഞ്ഞിട്ടുള്ളത് 8 നടക്കല്ലുണ്ടായിരുന്നു. അവർക്ക് പള്ളിക്കാൻ കാണാനൊക്കത്തില്ല. അവരെ ജനലിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം എൻ്റെ മുന്നിൽ തന്നെ 4 താങ്ങുന്നുള്ളത് എനിക്കറിയാം. കാര്യം ഇതിൻ്റെ മിറ്റം ഞങ്ങൾ തന്നെ പല പ്രാവശ്യം പൊക്കിയിട്ടുണ്ട്. പല പ്രാവശ്യം പൊക്കിയിട്ടുണ്ട്. ചെളി ഇതായതുകൊണ്ട് അല്ല, മിറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കും. 6ൻ്റെ ലെവലിൽ കൊള്ളു വന്നു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ കൂടുതലാണ്. അപ്പം ഞങ്ങളതിന് വേണ്ടിയിട്ട് പൊക്കി, പല പ്രാവശ്യം പൊക്കി. കൂടാതെ ഇപ്പോൾ ഇൻ്റർലോക്ക് കൂടെ ചെയ്തപ്പം പിന്നെയും ഒരു പൊക്കം വന്നു. അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ താഴ്പോയി. ഇപ്പോൾ വേണ്ട ഒരു സ്റ്റെപ്പൊക്കെ ഉള്ളൂ. എന്നാലേ ഒരു ഗുണം കിട്ടിയത്, പള്ളി താഴോട്ട് ഇരുന്നത് ഒരേ ലെവലിലാണ്. അത് കാരണം ഞങ്ങളുടെ ഭിത്തികളൊന്നും പൊട്ടിയിട്ടില്ല. അതൊരു അനുഗ്രഹമാണ്.